good morning everyone. As part of the training session, today we will be dealing with the procedure which is called as intercostal chest drainage or chest tube drainage system or ICD. So what is ICD or chest tube drainage? It is a tube which is inserted into the pleural space to restore the negative pressure within the pleural cavity. A tube which is inserted into the pleural space to restore the negative pressure in the pleural cavity is called as intercostal chest drainage. അതായത് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിക്കകത്ത് യൂഷ്വലായി നോർമൽ ആയിട്ടുള്ളത് ഒരു നെഗറ്റീവ് പ്രഷറാണ്. സോ ചില കണ്ടീഷൻസ് കാരണം അത് പോസിറ്റീവ് പ്രഷറിലേക്ക് മാറുന്നു. അപ്പം നമ്മളത് റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് ദ ഇൻഡിക്കേഷൻസ് ആർ ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, എംഫൈമ ആൻഡ് പ്ലൂറൽ എഫ്യൂഷൻ. സോ വാട്ട് ഇസ് ന്യൂമോതൊറാക്സ്? ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് എയർ ഇൻ പ്ലൂറൽ സ്പേസസ് ന്യൂമോതൊറാക്സ്. Hemothorax is blood in pleural space. Emphysema is pus in pleural space. Pleural effusion, it is fluid around the lungs. So pneumo means air in the pleural space. Hemo means blood in this pleural space. Emphysema means pus in the pleural space. And pleural effusion means fluid around the lungs. Next is the management. Management എന്ന് പറയുന്നത് just after the chest tube has been inserted, we have to notify the physician if there is a drainage of more than 100 ml per hour. 100 ml per hourനേക്കാളും കൂടുതലായിട്ടുള്ളൊരു ഡ്രെയിനേജ് നമ്മൾ പെർ അവറിൽ കാണുവാണെങ്കിൽ നമ്മൾ ഒരു ഫിസിഷ്യനെ നമ്മൾ നോട്ടിഫൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വി നീഡ് ടു സീ ഇഫ് ദ ബ്ലീഡിംഗ് ഇസ് റെഡ്, ഫ്രഷ് റെഡ് ആൻഡ് ഫ്രീ ഫ്ലോയിങ് ബ്ലീഡിംഗ്, ദെൻ ഓൾസോ വി നീഡ് ടു നോട്ടിഫൈ ദ ഫിസിഷ്യൻ. ദെൻ next management, intermittent bubbling and fluctuations is commonly considered a normal phenomenon. Intermittent bubbling ഫ്ലക്ച്വേഷൻസും നമ്മളൊരു നോർമൽ ഫിനോമിനൻ, അതായത് നമ്മുടെ ചെസ്റ്റ് ട്യൂബ് വർക്കിംഗ് ആണെന്ന് കാണിക്കുന്നതാണ് ഇത് രണ്ട് കേസും. പക്ഷേ ഇഫ് ദർ ഇസ് എ കണ്ടിന്യൂസ് ബബ്ലിംഗ്, ദാറ്റ് മീൻസ് ദർ ഇസ് എ ലീക്കേജ്. ഒരു ലീക്കേജ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, കണ്ടിന്യൂസ് ആയിട്ട് ബബ്ലിംഗ് ആണെങ്കിൽ. ഇഫ് ദർ ഇസ് നോ ബബ്ലിംഗ് ഓർ നോ ഫ്ലക്ച്വേഷൻ, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ മാൽ ഫംഗ്ഷൻ ഓഫ് ദ ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് സിസ്റ്റം. ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ മാൽ ഫംഗ്ഷനാണ് കാണിക്കുന്നത്. ദീസ് കേസസ് നീഡ് ടു ബി അഡ്രസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫിസിഷ്യനെ നോട്ടിഫൈ ചെയ്ത് ഇത് നമ്മൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. സോ ഇതാണ് അടുത്തൊരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡു നോട്ട് ക്ലാമ്പ് ഓർ സ്ക്വീസ് ദ ട്യൂബ് വിത്തൗട്ട് എ ഫിസിഷ്യൻസ് ഓർഡർ. ഒരു ഫിസിഷ്യന്റെ ഓർഡർ ഇല്ലാതെ ട്യൂബ് ക്ലാമ്പ് ചെയ്യാനോ സ്ക്വീസ് ചെയ്യാനോ പാടില്ല. ഇത് ഫിസിഷ്യന്റെ ഓർഡർ ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് 2 പോയിന്റ്സ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇഫ് ദ ചെസ്റ്റ് ട്യൂബ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെസ്റ്റ് ട്യൂബ് ഡിറ്റാച്ച്ഡ് ആയി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ടും we have to cover the wound with the sterile gauze dressing. Sterile gauze dressing വെച്ച് നമ്മൾ wound cover ചെയ്യണം. This is to prevent the re-entry of air. Re-entry of air prevent ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത്. The same way, if the chest tube is detached from the drainage system, drainage systemത്തിൽ നിന്നും chest tube detached ആയി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ distal end means the end which is far from the patient. Okay, proximal means which is near to the patient. So the distal end of the tube has to be dipped in a glass of sterile water. Sterile waterന്റെ ഒരു ഗ്ലാസ്സിനകത്തോട്ട് നമ്മൾ ആ ട്യൂബിന്റെ ഭാഗം ഡിപ്പ് ചെയ്ത് വെക്കണം. ഇതും നമ്മൾ സെയിം ഫിനോമിനന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ടു പ്രിവെന്റ് ദ റീ എൻട്രി ഓഫ് എയർ. സോ ഈ രണ്ട് പോയിന്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി ചെസ്റ്റ് ട്യൂബ് റിമൂവൽ. ഒരു ചെസ്റ്റ് ട്യൂബ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യനോട് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ടു ഹാവ് എ Valsalva maneuver. We will ask them to have a Valsalva maneuver. So what is Valsalva maneuver? We will ask them to take a deep breath and hold it while the chest tube is removed. So chest tube remove ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീപ് ബ്രെത്ത് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറയുന്നു. This is to prevent injuries to the adjacent organs. Adjacent organsന് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റീ എൻട്രി ഓഫ് എയർ പ്രിവെൻറ്റ് ചെയ്യാനുമാണ് നമ്മൾ ഇങ്ങനൊരു മാനുവർ പേഷ്യനോട് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റ്സ് ഫോർ ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് സിസ്റ്റം.
Complications of chest tube drainage system. Normal ആയിട്ട് കാണുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ്. പേഷ്യൻ്റ് ക്യാൻ ഹാവ് ഇൻഫെക്ഷൻ അറ്റ് ദ സൈറ്റ് ഓഫ് എൻട്രി. സൈറ്റ് ഓഫ് എൻട്രിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഹെമറേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഇഞ്ചുറീസ് ടു ദ മേജർ ഓർഗൻസ് ലൈക്ക് ഹാർട്ട്, ലങ്സ്, മേജർ ആർട്ടറീസ്. മേജർ ആർട്ടറീസിന്, ഹാർട്ടിന്, ലങ്സിനൊക്കെ ഇഞ്ചുറീസ് ഉണ്ടാകാം. ലങ് പെർഫറേഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് സംടൈംസ് ഇഫ് ദ പേഷ്യൻ്റ് ഇസ് ഹാവിങ് ആൻ ഇഞ്ചുറി ടു ദ ഹാർട്ട്, ദ പേഷ്യൻ്റ് ക്യാൻ ഗോ ഇൻ ടു ഷോക്ക് സ്റ്റേറ്റ്. ഷോക്കിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് അന്നേരം ഒരുപാട് കൂടുതലായിരിക്കും. സോ ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഓഫ് ഇന്റർകോസ്റ്റൽ ഡ്രെയിനേജ് സിസ്റ്റം. So this is all about chest tube drainage system or intercostal drainage system. I hope that everybody have understood my class. Thank you.